Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നല്ല തിക്ക് ഗ്രേവിയിൽ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നമ്മളുടെ ഗ്രീൻ പീസ് കറി. ഇത് നമ്മൾ പുട്ടിന്റെ കൂടെ, അപ്പത്തിന്റെ കൂടെ, ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ നമ്മൾ ഇത് കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവില്ല. പലപ്പോഴും ഇത് വളരെ വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ കുക്കിംഗ് ആരംഭിക്കാം. ആദ്യമായി തന്നെ കുക്കർ എടുത്ത് വെച്ച് നമ്മളുടെ ഗ്രീൻ പീസ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് 300 ഗ്രാം ഗ്രീൻ പീസ് ആണ്. ഞാനിതൊരു 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഗ്രീൻ പീസ് നമുക്ക് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത്, 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായി ചെറുതായി കട്ട് ചെയ്തെടുത്ത 2 ഒനിയനും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, നടുവേ കീറിയ 4 ഗ്രീൻ ചില്ലി. അടുത്തായി 3.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി കുക്കർ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം ഗ്രീൻ പീസ് കുക്ക് ചെയ്യാനായിട്ട് 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ സിമ്മിലും അടിച്ച് നമുക്കെടുക്കാം. ഗൈസ്, നിങ്ങളോട് എനിക്കൊരു ഫേവർ ചോദിക്കാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിനും നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാണ്ട് ഓരോ ലൈക്സ് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഗ്രീൻ പീസ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അതുമാതിരി നമ്മളുടെ ക്യാരറ്റും പൊട്ടറ്റോയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ നൈസായിട്ട് നമുക്കിന്ന് ഉടച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 4 കരയാമ്പൂ, 4 ഏലക്കായ, ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 തക്കോലം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 15 സെക്കൻഡ് ചെറുതായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ സ്പൈസസിൻ്റെ ഫ്ലേവർ എല്ലാം പുറത്തേക്ക് വരുമ്പോൾ അടുത്തായി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അടുത്തായി ഇതിലേക്ക് 2 കറിവേപ്പില, ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കളർ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത 1 ഒനിയനും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മളുടെ ഒനിയൻ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടാം. നമുക്ക് കുക്ക് ചെയ്ത ഗ്രീൻ പീസ് പാനിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, എനിക്ക് ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ഗ്രീൻ പീസ് കറി ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി തന്നെ ഇതിന് അത്ര സ്പൈസി ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷൻ ചെയ്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക, ഓരോ ലൈക്സും കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.